ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം മോദമീൻ വേവിച്ചതാണ്. ഇതിൻ്റെ റെസിപ്പി അമ്മയുടേതാണ്, പ്രിപ്പറേഷനും അമ്മ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. മീൻ വേവിച്ചതിനുള്ള ഗ്രേവിയാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു കൊഴുപ്പിന് വേണ്ടി മാത്രം കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ചട്ടി വെച്ച് കൊടുത്തു. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇടുക. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം കടുകും വെളുത്തുള്ളിയും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഒന്ന് ഒരിതായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ 3 ഐറ്റം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് മുരിച്ചെടുക്കുകയൊന്നുമല്ല, ജസ്റ്റ് അതിൻ്റെ ഒരു റോ സ്മെല്ലൊന്ന് മാറി കിട്ടിയാൽ മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തു. മുളകിൻ്റെ ആ മണം മാറിയൊന്ന് നോക്കണം. പച്ചമണം, അതിൻ്റെ പച്ചമണം കയറി മാറിയിട്ട് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഇതാ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കുവാണ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഗ്രേവിയെ ഒന്ന് ലൂസാക്കി എടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രേവി എത്ര വേണം അത്രയും അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ വേവിച്ചതിന് നല്ല തിക്ക് ഗ്രേവി അല്ലേ വരുന്നത്. അപ്പം നല്ല കുറുകുറാന്നിരിക്കണം. അപ്പം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഈ മസാലയൊക്കെ ഇപ്പോൾ ഇങ്ങനെ തിക്കായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന്